തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കൽ പ്രധാന അജണ്ടയാക്കി ബി.ജെ.പി. ഡിവിഷനുകൾ തിരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. സജീവമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. ബി.ജെ.പി. മേഖലാ ചുമതലയുള്ള എൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഇൻചാർജേഴ്സ് യോഗം ബുധനാഴ്ച തൃശൂരിൽ നടന്നു. പ്രത്യേക ചുമതലയുള്ള ആലപ്പുഴ മുൻ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിൽ ഭരണം പിടിക്കുകയെന്നത് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രധാന അജണ്ടയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മുന്നിലുണ്ടെങ്കിലും ഡിവിഷനുകൾ തിരിച്ച് ബി.ജെ.പിയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലെ 55 ഡിവിഷനുകളിൽ 36 ഡിവിഷനുകളിലും ബി.ജെ.പി. ലീഡ് നേടിയിരുന്നു. ക്രൈസ്തവ വോട്ടുകളിലെ സ്വാധീനവും അനുകൂല ഘടകമായി ബി.ജെ.പി. കാണുന്നു. നിലവിൽ കൊക്കാല, പൂങ്കുന്നം, കോട്ടപ്പുറം, അയ്യന്തോൾ, തേക്കിൻകാട്, പാട്രായ്ക്കൽ ഡിവിഷനുകളാണ് ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിനിധീകരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തൃശൂർ കേന്ദ്രീകരിച്ച് സജീവമാണ്. സുരേഷ് ഗോപി പുതിയ പദ്ധതികൾ എത്തിക്കുമ്പോൾ കോർപ്പറേഷനിലെ ഇടത് ഭരണം അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായുള്ള കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്നത് ഏറെ നിർണായകമായാണ് ബി.ജെ.പി. കാണുന്നത്. TCV തൃശൂർ.